മൂർച്ചവാൾ കഴുത്തിലിരിക്കുമ്പോഴും അപ്പോസ്തലനായ പൗലോസിന് പറയാൻ ഒന്നേ ഉള്ളൂ, ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. കൂടാരമാകുന്ന ഈ ഭൗമഭവനം പൊളിഞ്ഞു പോയാലും എനിക്ക് പ്രശ്നമല്ല, കൈപ്പണിയല്ലാത്ത നിത്യമായ ഒരു കെട്ടിടം എനിക്ക് സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ടല്ല ജീവിക്കുന്നത്, പ്രത്യാശയുള്ളവരായിട്ടാ. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ആദമെന്ന ഏകന്റെ അനുസരണക്കേടിനാൽ മരണം ആ ഏകൻ നിമിത്തം വന്നെങ്കിൽ യേശു ക്രിസ്തു എന്ന കൃപയുടെ, യേശു ക്രിസ്തു എന്ന നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്ന ക്രിസ്തു എന്ന ഏകൻ നിമിത്തം എത്ര അധികമായി നീ ജീവനിൽ വാഴും. മനുഷ്യനെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് വാഴ്ച നടത്താനാ. ആദത്തോടും ഹവ്വയോടും ദൈവം എടുത്തു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, വാഴുക, നീ സകലത്തിന്റെ മേലും വാഴുക, നീ സകലത്തെയും നയിക്കുക. മനുഷ്യകുലത്തിന് നഷ്ടപ്പെട്ട വാഴ്ച നയിക്കുവാനുള്ള അധികാരം പുത്രനായ ക്രിസ്തുവിലൂടെ തിരിച്ചു പിടിച്ചെങ്കിൽ, അത് നിങ്ങൾക്ക് ലഭിച്ചെങ്കിൽ, പൈശാചിക മണ്ഡലം നിന്റെ കുടുംബത്തെ വാഴുകയല്ല, പൈശാചിക മണ്ഡലത്തിന്റെ മേൽ നീ വാഴുകയാണ്. ഇരുൾ നിന്റെ ജീവിതത്തിൽ വാഴുകയല്ല, ഇരുളിന്റെ മേൽ നീ വാഴുകയാണ്. രോഗം നിന്റെ മേൽ വാഴുകയല്ല, നീ രോഗത്തെ ജയിക്കുകയാണ്. പാപം നിന്റെ മേൽ വാഴുകയല്ല, നീ പാപത്തെ ജയിക്കുകയാണ്. മെസ്സേജ് കേൾക്കുന്ന എത്ര പേർ പറയും, യേശു ആദമിനേക്കാൾ വലിയവനാകയാൽ സകലത്തിൽ വാഴ്ച നടത്തുവാൻ ക്രിസ്തു എന്നിൽ വന്നിരിക്കുന്നു.